ഹായ് ഗൈസ്, സ്പെഷ്യലായി സോഫ്റ്റായ സ്വന്തം ഓട്ടട തയ്യാറാക്കിയാലോ. 2.5 കപ്പ് പച്ചരിയാണ് ഞാനെടുത്തത്. പച്ചരി നന്നായി കഴുകി 6 മണിക്കൂറെങ്കിലും കുതിർത്താൻ വെക്കാം. ശേഷം ഒരു മിക്സിയുടെ ജാറിൽ പച്ചരി ഇട്ട് കൊടുത്ത് 3/4 കപ്പ് ചോറും ആവശ്യത്തിന് ഉപ്പും ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നന്നായി ഒന്ന് അരച്ചെടുക്കാം. നല്ല കട്ടിയായി തന്നെ അരച്ചെടുക്കാം. ഞാനിവിടെ 2 ബാച്ചായിട്ടാണ് അരച്ചെടുത്തത്. വെള്ളം കൂടി പോവാതെ ശ്രദ്ധിക്കാം. അങ്ങനെ ഇതാ ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നല്ല തിളച്ച വെള്ളം ഒഴിച്ച് കൊടുക്കാം. തിളച്ച വെള്ളം മാവിൻ്റെ പാകം നോക്കി ഒഴിച്ച് കൊടുക്കാം. തിളച്ച വെള്ളം ഒരു 1/4 ഗ്ലാസ്സൊക്കെ മതിയാകും. പിന്നെ ഇതിലേക്ക് ഒരു 3/4 കപ്പ് ചിരകിയ തേങ്ങയും ചേർക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് 2 ടീസ്പൂൺ വെളിച്ചെണ്ണയും ചേർക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ ഓട്ടടയുടെ മാവ് റെഡിയായി. ഇത് മൺചട്ടി അടുപ്പത്ത് വെച്ച് നന്നായിട്ട് ചൂടാക്കിയെടുക്കാം. നന്നായി ചൂടായ ശേഷം ഒരു 1.5 തവി ഓട്ടട മാവ് അതിലേക്ക് ഒഴിക്കാം. പവിഴസ് വരാൻ തുടങ്ങിയാൽ മൂടി കൊണ്ട് അടച്ച് വെച്ച് കുറച്ച് നേരം ഒന്ന് വേവിച്ചെടുക്കാം. ബാക്കിയുള്ളതും ഇങ്ങനെ ചുട്ടെടുക്കാം. ഇതാ നല്ല സോഫ്റ്റും ടേസ്റ്റിയുമായ ഓട്ടട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഈ ഓട്ടട വിറകടുപ്പിലാണ് ചുട്ടെടുത്തത്. എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് സബ്മിറ്റ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ.